താങ്കളെ ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോയി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത വഴികളിൽ കൂടെ പോവുകയായിരുന്നോ ശരിക്കും? വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇത്രയും വലിയ സ്ഥാനം ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ആലോചിച്ചു. ജിഷ കൊലപാതകത്തിൽ അദ്ദേഹത്തിന് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്റ്റോറി ഉണ്ടാക്കുകയും അതേപോലെ തന്നെയായിരുന്നു താങ്കൾക്കെതിരെ ബലാത്സംഗ കേസ് ഉണ്ടാക്കിയത്. അത് രണ്ടും ഞങ്ങളെ നശിപ്പിക്കുക, തീർത്ത് കളയുക എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു വണ്ടി പോകണ കേട്ടാൽ എനിക്ക് ടെൻഷനാണ്. ഇപ്പം ഞാൻ ഇനി പോലീസിന് പിടികൊടുക്കണമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമോ? എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ. കേരളത്തിൽ ബലാത്സംഗ കേസുകളിൽ ഉൾപ്പെടുത്തി 3 MLA പിണറായി വിജയൻ കൊടുക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് എൽദോസ് കുന്നപ്പള്ളി. അദ്ദേഹത്തിനെതിരെ എടുത്ത കേസ് കള്ളക്കേസാണെന്ന് ആദ്യം വിളിച്ച് പറഞ്ഞത് ക്രൈമാണ്. അതിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ യഥാർത്ഥ സ്റ്റോറി, ഒരു തട്ടിപ്പുകാരിയാണെന്ന് കൃത്യമായി രേഖകൾ പുറത്തു കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തതും ക്രൈമാണ്. ഇപ്പോഴിത് നമ്മളോടൊപ്പം ഉള്ളത്, ഗസ്റ്റായിട്ടുള്ളത് പെരുമ്പാവൂർ MLA ആയ ആ കേസിലെ പ്രതിയായിട്ടുള്ള ശ്രീ എൽദോസ് കുന്നപ്പള്ളിയാണ്. നമസ്കാരം. നമസ്കാരം. താങ്കളും ഞാനും കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഈ കേസ്, ബലാത്സംഗ കേസൊക്കെ വന്ന് താങ്കൾ ഒളിവിൽ പോയി അവസാനം ജാമ്യം കിട്ടിയപ്പോൾ കോടതി തന്നെ പറഞ്ഞു ഈ കേസിലെ അതിജീവിത തട്ടിപ്പുകാരിയാണ്, അവർ ധാരാളം കല്യാണം കഴിച്ചിട്ടുണ്ട്, ഇതേപോലെ നാടകങ്ങൾ നടത്തിയിട്ടുണ്ട്, അവർ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്ന ക്രൈം എന്താണോ പബ്ലിഷ് ചെയ്തത് അതാണ് കോടതി പറഞ്ഞത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ ഈ കേസ് ഉണ്ടായ ശേഷം ഒളിവിൽ പോയി എന്നുള്ളത് സാങ്കേതികമാണ്. യഥാർത്ഥത്തിൽ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്തു, എനിക്ക് മുൻകൂർ ജാമ്യം വേണം എന്നുള്ളത്. ആ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും മാറി നിൽക്കുന്ന ഒരു പതിവുണ്ട്. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, തട്ടിപ്പിന് ജെൻഡർ വ്യത്യാസമില്ല, പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല. ഞാൻ ആരെയും ഇതുവരെ ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല. ഞാൻ ഈ കുറ്റത്തിൽ പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. പക്ഷേ ഒരു പ്രത്യേക സംഘം എന്നെ കുരുക്കുവാൻ വേണ്ടി, എന്നെ പൊളിറ്റിക്സിൽ നിന്ന് ഔട്ടാക്കുവാൻ, എൻ്റെ പെരുമ്പാവൂർ സീറ്റ് തട്ടിയെടുക്കാൻ ഉള്ള ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി അവർ ചില ഓഫറുകൾ കൊടുത്ത് ഒരു കേസ് ഉണ്ടാക്കി എന്നെ അതിൽ കൊടുക്കുകയായിരുന്നു. ഞാൻ അന്നും ഇന്നും ഒരു തരം ചെയ്തിട്ടില്ല. ഞാൻ കോടതിയിൽ ഇത് പറയുകയുണ്ടായി. കോടതി എനിക്ക് അന്ന് തന്നെ ജാമ്യം നിന്നു. ഈ കേസ് തന്നെ തട്ടിപ്പാണെന്ന് കോടതി തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ അതിൻ്റെ കേസിൻ്റെ ഘട്ടം കോടതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതെനിക്ക് അനുകൂലമായിട്ടുള്ള വിധി ബഹുമാനപ്പെട്ട കോടതി തരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കുറ്റപത്രത്തിൽ പറയുന്നത് താങ്കൾ നിരന്തരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഒരു തവണയല്ല, പലതവണ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. അതായത് ആദ്യം റിസോർട്ടിൽ വെച്ചിട്ട്, പിന്നീട് തൃക്കാക്കര വെച്ചിട്ട്, പിന്നീട് കുന്നത്തുനാട് വെച്ചിട്ട്, അങ്ങനെ പലതവണ താങ്കൾ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവുന്നത് ഇങ്ങനെ ബലാത്സംഗം ഉണ്ടാവും. സുപ്രീം കോടതി ഏറ്റവും പുതിയ വിധി പ്രകാരം, ജസ്റ്റിസ് നാഗരത്നയുടെ വിധി പ്രകാരം ബലാത്സംഗം എന്ന് പറയുന്നത് ഒരു തവണ ഉണ്ടാവാം, പലതവണ ഉണ്ടാവില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലതവണ ബലാത്സംഗം ഉണ്ടാവും എന്ന് പറയുന്നത് എന്ത് ബലാത്സംഗമാണ്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കേസാണ്. അത് കൃത്യമായി കോടതിക്ക് അത് ശരിയാണ് എന്ന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം വരാൻ പോവുകയാണ്. കോടതി വിധി വരട്ടെ. ഇന്നും അന്നും പറയുന്നു, ഞാൻ ഇതിലൊരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഇത് മനഃപൂർവ്വം എൻ്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിക്കാൻ ഉണ്ടാക്കിയ ഒരു കഥയും അതിന് വേണ്ടി മെനഞ്ഞെടുത്ത പല സംഭവവാസങ്ങളുമാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് കോടതി തെളിയിക്കും. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ 49ഓളം കേസുകൾ, ഈ അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ വാദിയും പ്രതിയുമായിട്ടുള്ള 49ഓളം കേസുകൾ ഞാൻ കോടതിയിൽ ഫയൽ ചെയ്തു. അതിൽ 4-5 കേസുകളോളം റേപ്പ് മാത്രമാണ് അതിലുണ്ടായിട്ടുള്ളത്. കോടതി അവർ ബന്ധുക്കൾക്കെതിരെ, സ്വന്തക്കാർക്കെതിരെ, അറിയാവുന്ന പുരുഷന്മാർക്കെതിരെ കൊടുത്തിട്ടുള്ളത് 5ഓളം കല്യാണം കഴിച്ചു. ഇത്തരം റേപ്പ് കേസുകളാണ്. ഒരേ സമയത്ത് 2 കല്യാണം. ഞാൻ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പബ്ലിഷ് ചെയ്തുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. കോടതിയുടെ പരിഗണനയിലാണ്, ലാസ്റ്റ് സ്റ്റേജിലാണ് എന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് ശരിയല്ല. അല്ല, താങ്കൾ പറയുന്നത് ശരിയല്ല. പക്ഷെ ഞങ്ങൾ അത് പബ്ലിഷ് ചെയ്തിരുന്നു. ഇവർ നേരത്തെ തന്നെ 5ഓളം കല്യാണം കഴിച്ചു. ഒരു കല്യാണം കഴിച്ചപ്പോൾ തന്നെ വേറൊരു കല്യാണം, 2 സ്ഥലത്തും ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി താമസിച്ചു എന്നൊക്കെ പറയുന്ന
അതിവിചിത്രമായ ഹണി ട്രാപ്പുകാരിയാണ് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ. അത് MLA-യുടെ കേസിൽ അഡ്വക്കേറ്റ് കൃത്യമായി ഹാജരാക്കിയിരുന്നു. അത് കൃത്യമായി കോടതി ആ കാര്യത്തിൽ ജാമ്യവിധിയിൽ തന്നെ പറയുന്നുണ്ട്, ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലായി. ശരി തന്നെയാണോ? ശരിയാണ്. അപ്പോൾ അതിൽ താങ്കൾ ഒളിവിൽ എന്ന് പറയുന്ന സമയത്ത് താങ്കൾ എഴുതിയ വരി പ്രധാനമാണ്. അന്ന് എല്ലാവരും പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. താങ്കൾ ഒളിവിൽ നിന്നുകൊണ്ട് പബ്ലിഷ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പറഞ്ഞെങ്ങനെയാണ്: ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ചതിച്ച നീയും കുടുംബവും ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു പകരം തക്കതായ മറുപടി നൽകും എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾ അന്നും ഇന്നും ആ വിശ്വാസത്തിനൊരു കുറവുണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഒളിവിൽ ഇരുന്ന 10 ദിവസം പ്രാർത്ഥന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ വിശുദ്ധ യൂദാശ്ലീഹയുടെ നൊവേന ഒരു ദിവസം 561 തവണ ഞാൻ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം അതിന് മറുപടി കൊടുക്കും. ഞാനിപ്പോൾ അവർ നല്ലൊരാളാകണമെന്നും അവർക്ക് അവരുടെ സ്വഭാവത്തിൽ ചേഞ്ച് ഉണ്ടായി നല്ല മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കാൻ അവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അവർ ചെയ്ത ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, അതിനൊക്കെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കുറച്ച് പണം കിട്ടുമായിരിക്കാം. പക്ഷെ അതിനു വേണ്ടി ചെയ്യരുത്. അവർക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ആ വഴിയിലൂടെ മാറിയിട്ടില്ല. ഈ സാജി പോൾ, മുൻ MLA സാജി പോളിന് എന്താണ് ഇതിൻ്റെ ബന്ധം? ഞാൻ ഈ ഇലക്ഷൻ അടുത്ത് വന്ന സമയത്ത് അതൊന്നും പറയുന്നില്ല. ഞാനത് പബ്ലിഷ് ചെയ്തിരുന്നു. സാജി പോളിന് ഇതിൻ്റെ അത് പങ്കുണ്ട്. അവരാണ് ഇതിന് പണം കൊടുത്ത് ഇവരെ സ്വാധീനിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതെന്നുള്ള കാര്യം ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. താങ്കൾക്ക് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. എനിക്ക് കാര്യങ്ങൾ അറിയാം, ആരൊക്കെ കൂടിയിട്ടാണ് ഇതിന് പിന്നിൽ നിന്നതെന്നും അതിന് എത്ര ചിലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഞാൻ ഒരു ജനകീയ കോടതിയിലേക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരോടും ശത്രുത വെച്ച് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് കാലം ഇത് തെളിയിക്കും. നമ്മൾ ആർക്ക് എതിരെ പണി ചെയ്താലും അതിനൊരു തിരിച്ചടി ഉണ്ടാവും. നമുക്കെതിരെ ആരെങ്കിലും ഇതുപോലുള്ള ഒരു കാര്യത്തിൽ ഇടപെടുത്തി നമ്മളെ ദ്രോഹിച്ചാൽ അതിനും ഒരു തിരിച്ചടി അവർക്കുണ്ടാവും. ഞാനൊരു വിശ്വാസിയാണ്. വിശ്വാസമുണ്ട്, ആത്മവിശ്വാസമുണ്ട് എനിക്ക്. അതുകൊണ്ട് അങ്ങ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ഞാനതൊന്നും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ആരുടെയും പേര് പറയാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഉമ്മൻചാണ്ടിയാണ്. ഒരു നിരപരാധിയായ, നീതിമാനായ, വൃദ്ധനായ, വയോവൃദ്ധനായ ഒരു കേരളത്തിൻ്റെ വികസന നായകനായ ഒരാളെ വീഴ്ത്താൻ ഒരു വഴിയുമില്ലെന്ന് കണ്ട് സരിതാ നായർ എന്ന് പറയുന്ന തട്ടിപ്പുകാരിയെ ഉപയോഗപ്പെടുത്തി അവരെ ലൈംഗിക വൈകൃതങ്ങൾ നടത്തിയവർക്ക് കേസെടുത്തില്ലേ? പ്രചരിപ്പിച്ച് ഇവിടെ ഭരണം പിടിച്ചെടുത്തില്ലേ 2016? അതും ഇവിടെ തന്നെയല്ലേ നടന്നത്? അപ്പോൾ അതിനെതിരെ പ്രതികരിക്കണ്ടേ? തീർച്ചയായും ഉമ്മൻചാണ്ടി ഒരു ജനകീയനും ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ള ഒരു നേതാവാണ്. ഇന്ത്യ വയോധികനായി അദ്ദേഹത്തെക്കുറിച്ച് പോലും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാക്കി വിടുന്നതിൽ CPM-ഉം ഇടതുപക്ഷവും വളരെയധികം പരിശ്രമിച്ചു. താൽക്കാലികമായി ക്ഷീണം ഉണ്ടായെങ്കിലും ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും ക്ഷീണിതനായിട്ടില്ല. മരിച്ചു പോയപ്പോഴും ഉമ്മൻചാണ്ടി ജനഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. നമുക്ക് താൽക്കാലികമായിട്ടുള്ള ജീവിതമാണ് ഈ ലോകത്തുള്ളൂ, കുറച്ച് വർഷങ്ങൾ. അവിടെ നമ്മൾ എന്തിനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഉമ്മൻചാണ്ടിയെപ്പോലെ ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. അവർ പോലും അത് പറയില്ലെന്ന്. പക്ഷേ 2016 ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനും UDF-നെ തോൽപ്പിക്കാൻ അത് പ്രധാന ആയുധമായി തീർന്നില്ലേ? തീർന്നു. അപ്പോൾ അതിന് എഫക്റ്റീവ് ഉണ്ടായില്ലേ? എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള വിജയം ചിലപ്പോൾ ഉണ്ടാവും. ആത്യന്തികമായിട്ടുള്ള പരാജയമായിരിക്കും പിന്നീട് ഉണ്ടാകാൻ പോവുക. ഉമ്മൻചാണ്ടി മരണപ്പെട്ടു പോയപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ജനസമ്മതി നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരം മ്ലേച്ഛമായ രീതിയിലുള്ള ആരോപണങ്ങൾ ആരും ആർക്കെതിരെ പറയുകയോ ആരുടെയും പൊതുജീവിതമോ വ്യക്തി ജീവിതമോ നശിപ്പിക്കാനുള്ള ശ്രമം അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് രാജ്യങ്ങളൊന്നും ഇത്തരം സംഭവങ്ങളില്ല. അപ്പോൾ എങ്ങനെയാണ് രാഷ്ട്രീയക്കാരെ നശിപ്പിക്കുക, എങ്ങനെയാണ് ഒരാളുടെ സൽപ്പേരിനെ കളങ്ക വരുത്തുക എന്നുള്ളത് ലക്ഷ്യമാണല്ലോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും മാനസികമായ പീഡനം ഉണ്ടാവുകയും അദ്ദേഹം രോഗിയായി തീരുകയും ക്യാൻസർ രോഗിയായി തീരുകയും അങ്ങനെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ കൊന്നതല്ലേ പിണറായി വിജയൻ ഈ വിധത്തിൽ?
ഒരു ഇത്തരം പേരുദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായ പ്രശ്നങ്ങളുണ്ടാകും. ബഹുമാനപ്പെട്ട PP തങ്കച്ചൻ സാറിനെ കുറിച്ച് ഇതുപോലൊരു സ്റ്റോറി, ജിഷയുടെ കൊലപാതകത്തിന് ശേഷം അവിടുത്തെ എനിക്ക് അറിയാവുന്ന ജിഷയുടെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിപരമായി എനിക്ക് അറിയാവുന്ന ഒരാൾ ആണ് ഈ സ്റ്റോറി എഴുതി കൊണ്ട് കൊടുത്ത് പറയിപ്പിച്ചത്. ആ സമയത്ത് അതിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഇതുമില്ലാതെ. വ്യക്തിപരമായി അയാളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ നേരെ കൊണ്ട് സ്റ്റോറി എഴുതി കൊടുത്ത് പറയിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതിൽ നമ്മൾ പതറാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഒരു സമൂഹത്തെ മുഴുവൻ, പത്രപ്രവർത്തകരെ മുഴുവൻ വിലക്കെടുത്ത്, അല്ല മുഴുവൻ എന്നല്ല, എന്നാലും ഒരു കഥ വിശ്വസിപ്പിച്ച് സമൂഹത്തെ വിശ്വസിപ്പിച്ച് ഏറ്റവും ജനകീയനായ ഒരാളെ തകർക്കാൻ CPMന് ഇത്തരത്തിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത്തരത്തിൽ കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് താങ്കൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് തുടക്കത്തിൽ തന്നെ കോടതിയിൽ നിന്ന് കൃത്യമായി അനുകൂല വിധി നേടാൻ പറ്റി. കാരണം ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാലും താങ്കൾക്ക് വെറുതെ ജാമ്യം തന്നല്ലോ. താങ്കളെ ഏത് തരത്തിലാണോ താങ്കൾക്കെതിരെ പരാതി ഉള്ള അതിജീവിത പറഞ്ഞിരിക്കുക, ആ അതിജീവിതയെ വിശ്വസിക്കാൻ പറ്റില്ല, അവരെ പറ്റി ഇത്ര കേസുകളുണ്ട്, അവർ സ്ഥിരം ഇത്തരം തട്ടിപ്പുകാരിയാണ് എന്ന് കൊണ്ടുവരാൻ പറ്റിയത് കൊണ്ടല്ലേ താങ്കൾക്ക് വിജയിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ താങ്കളുടെ സ്ഥിതി എന്തായിരുന്നു? സീരിയസ്ലി എൻ്റെ സ്ഥിതി എന്താകുമെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ലായിരുന്നു. ഞാൻ ആ കുറച്ച് ദിവസങ്ങൾ അതിജീവിച്ചത് എൻ്റെ മെൻ്റൽ കപ്പാസിറ്റി കൊണ്ടും എൻ്റെ പ്രയർ കൊണ്ടും മാത്രമാണ്. ഞാൻ താങ്കൾക്കുണ്ടായ അന്നത്തെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ? കാരണം ഇതുവരെ ലോകത്തോട് പറഞ്ഞ അതിൻ്റെ ഈ കേസിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയണ്ട, താങ്കൾക്കുണ്ടായ ഇങ്ങനെ ഒരു വ്യാജമായ ആരോപണം വന്നപ്പോൾ തുടങ്ങിയിട്ട് താങ്കൾക്കുണ്ടായ മാനസിക പ്രശ്നങ്ങൾ അത് ലോകം അറിയേണ്ടതാണ്. ഇനിമേലില്ലെങ്കിലും ഒരു ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ കല്ലെറിയുന്നത് നിർത്തേണ്ടത് ആവശ്യമാണ്. യഥാർത്ഥ ആരാണോ ശരിയായ വിധത്തിൽ അന്വേഷണം നടത്തി കൃത്യമായിട്ട് മാത്രമേ ബലാത്സംഗ കേസുകളിൽ ഇങ്ങനെ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, നിരവധി പറഞ്ഞു. പക്ഷെ അതിലൊക്കെ വ്യത്യാസമായി താങ്കളുടെ കേസിലൊക്കെ പോലീസ് എടുത്ത നടപടി. ഞാൻ ഈ കേസിൻ്റെ പൂർണ്ണ രൂപങ്ങൾ പിന്നീട് ഒരിക്കൽ പറയാം. ഇലക്ഷൻ സമയം നിൽക്കുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞത് താങ്കൾക്കുണ്ടായ മാനസികമായ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു? ഞാൻ ഒത്തിരി മാനസികമായ പ്രശ്നങ്ങൾ നേരിട്ടു. എൻ്റെ ഭാര്യയോട് ഞാനിത് പറഞ്ഞു. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ എല്ലാ കാലവും അറിയാവുന്നതുകൊണ്ട് അവർ വലിയ സപ്പോർട്ടായിരുന്നു എനിക്ക്. എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് അവൾ പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ മുൻകൂർ ജാമ്യത്തിന് പോയി മാറി നിന്നിട്ടുള്ളത്. ആ സമയത്ത് ദൈവാനുഗ്രഹം പോലെ ഇവരുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് ഇവരുടെ മുൻ ഭർത്താക്കന്മാരും കുടുംബാംഗങ്ങളും ഇവരെ അറിയാവുന്ന എല്ലാവരും ഒരുപാട് രേഖകൾ കൊണ്ടുപോയി എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ചു. ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഈ കേസുകളുടെ എല്ലാം ഒരു പോലീസ് സ്റ്റേഷനിൽ CIയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു, സ്റ്റേഷൻ ഹെഡിൻ്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ഉണ്ടായിരുന്നു. ആ 2 റിപ്പോർട്ടിലും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് കോടതിയിൽ അറിയിച്ചിരുന്നു. അതൊന്നും ഞാൻ പൂർണ്ണ രൂപത്തിൽ പറയുന്നില്ല. കാരണം എനിക്ക് പരിമിതികളുണ്ട്, എൻ്റെ ജാമ്യത്തിലൊക്കെ പരിമിതികളുണ്ട് പറയാൻ. ഞാൻ ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു. ഞാൻ 10 ദിവസം ഞാൻ മാറി എന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഒരു വണ്ടി പോകണ കേട്ടാൽ എനിക്ക് ടെൻഷനാവും. ഇപ്പം ഞാൻ ഇനി പോലീസിന് പിടികൊടുക്കണമോ? ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരുമോ? എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ. KPCC 6 മാസത്തേക്ക് താങ്കൾ അതിന് പേരിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു അല്ലേ? KPCC പ്രസിഡന്റിനും ബന്ധപ്പെട്ടവർക്കൊക്കെ യഥാർത്ഥ വസ്തുത അറിയാം. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും ശ്രീ VD സതീശനുമൊക്കെ ഇതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ കൃത്യമായി അറിയാമായിരുന്നു. പക്ഷേ പത്രമാധ്യമങ്ങൾ ഭയങ്കരമായി മുറവിളിയായിരുന്നു, എന്ത് പുറത്താക്കാത്ത അങ്ങനെ പ്രശ്നം. ശരിക്കും അവരെന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ 6 മാസത്തേക്ക് സംഘടനയുടെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റിയത്. എന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തില്ല. KPCC അംഗം എന്ന രീതിയിൽ KPCC യോഗങ്ങളിൽ നിന്നും DCC യോഗങ്ങളിൽ നിന്നും പങ്കെടുക്കുന്നത് 6 മാസത്തേക്ക് വിലക്കി. പക്ഷെ പ്രാദേശികമായിട്ടുള്ള പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അനുമതിയും തന്നിരുന്നു. ചെറിയ തോതിലുള്ള ഒരു സത്യം അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെയാണ്. സത്യം എല്ലാവർക്കും അറിയാമെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്റ്റോറി നെഗറ്റീവായിട്ട് വരുന്ന സ്റ്റോറികളാണ് ഇഷ്ടം.
താങ്കൾ ആ കേസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്താണ്? കുറ്റപത്രം സമർപ്പിച്ചു, അതിനുശേഷം എൻ്റെ കേസ് വാദം നടന്നുകൊണ്ടിരിക്കുകയെ. ഇപ്പം വിചാരണ തുടങ്ങിക്കഴിഞ്ഞു? വിചാരണ തുടങ്ങുകയാണ്. തുടങ്ങിയിട്ടില്ല. ഞാൻ കോടതിയിൽ ഞാൻ ഒരു അപേക്ഷ കൊടുത്തു. എൻ്റെ കേസ് സ്പീഡിൽ ഒന്ന് വിചാരണ നടത്തി സ്പീഡാക്കി തരാമെന്ന് കൊടുത്തു. കോടതി അനുവദിച്ചു. അതെ, എല്ലാവർക്കും നീട്ടിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ താങ്കൾ വേഗം തീർക്കണം എന്നുള്ളതാണ്. എനിക്ക് പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. കാരണം അത്രയും താങ്കൾക്ക് ആ അതിജീവിതയ്ക്കെതിരെയുള്ള തെളിവുകളും ഇത് തട്ടിപ്പാണെന്നുള്ള കാര്യം, വ്യാജമായ ബലാത്സംഗമാണെന്നും എന്നുള്ളതിന്റെ തെളിവുകൾ താങ്കൾക്കുണ്ട്. താങ്കൾ ഇത് മാത്രമല്ല, താങ്കൾ കൊല്ലാൻ ശ്രമിച്ചെന്നും കൂടി ആരോപണം ഉണ്ടല്ലോ അതിനകത്ത്. ഞാൻ ആകെ കൊല്ലുന്നത് ഈ പാറ്റ വന്നല്ലേ, 8 പാറ്റ അങ്ങനെ വന്ന് അതിനെ കൊല്ലുമ്പോഴും എനിക്ക് ടെൻഷനാണ്. അങ്ങനെയൊക്കെ അത് ഉപദ്രവിക്കും. പിന്നെ ഈ പോണത് ഈ ഉറുമ്പുകൾ പോകുമ്പോൾ കരിയറും കൊണ്ട് ചോക്ക് വരച്ച് കഴിക്കുന്ന പരിപാടി ഇതൊക്കെ ചെയ്യുള്ളൂ. ഞാൻ ഇന്ന് വരെ ആരെയും തല്ലിയിട്ടില്ല. എൻ്റെ മക്കൾ 3 വരെ തല്ലിയിട്ടില്ല. എൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും അടിയുമ്പോഴും ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോൾ SFI ആരെന്നെ എല്ലാ വർഷവും എന്നെ ഇടിക്കുമായിരുന്നു, തല്ലുമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ച് അവരെപ്പോലും തല്ലിയിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു തികച്ചും ഗാന്ധിയനാണ്. ഗാന്ധിയെന്നൊന്നും പറയാൻ കഴിയില്ല. ഞാനൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ മനുഷ്യത്വപരമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എത്ര നാൾ ജീവിക്കും എന്നൊക്കെയുള്ള കാര്യം വ്യക്തത ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആരും ഉപദ്രവിക്കാൻ പോകാറില്ല. കൊച്ചിലെ മുതലേ എൻ്റെ രൂപം അങ്ങനെ. ഞാൻ 5ാം ക്ലാസ് മുതൽ MCOM LLB വരെ സ്വന്തമായി അധ്വാനിച്ച് പഠിച്ച ആളാണ്. ഞാൻ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ പത്രം ഇടാൻ പോയിക്കൊണ്ടിരുന്ന ആളാണ്. മോറ്റർ സ്റ്റാൻഡിൽ പോയി 4 മണിക്ക് എണീറ്റ് സ്റ്റാൻഡിൽ പോയി 300ഓളം പത്രം ഇട്ടിട്ട് സ്കൂളിൽ പോകണ. മൂവാറ്റുപുഴയാണ് ജനനം. മൂവാറ്റുപുഴയാണ്, മാറാടി പഞ്ചായത്താണ്. ഞാൻ പള്ളിയിൽ 13 വർഷം പള്ളി മണിയടിച്ച ആളാണ്. പള്ളിയിലെ ക്ലർക്കായിരുന്നു. 2 ട്യൂഷൻ സെൻ്റർ എനിക്കുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ട്. ഞാൻ ഓടിച്ചിട്ടുണ്ട് മോറ്റർ സ്റ്റാൻഡിൽ. എനിക്ക് 8ഓളം ഓട്ടോറിക്ഷ ഉണ്ടാവും അവസാനം മോറ്റർ സ്റ്റാൻഡിൽ. ഞാൻ എൻ്റെ പപ്പ തേങ്ങ പണിക്കാരാണ്. കോപ്പറേറ്റീവ്. ഇപ്പോൾ ഞാൻ തേങ്ങ പൊതിച്ചിട്ടുണ്ട്. 1000 തേങ്ങ പോലും ഞാൻ കൊച്ചെ പൊതിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഒരു ദിവസം 1000 തേങ്ങ പൊതിച്ചു. ഭയങ്കരമായിട്ടുള്ള ബലവും ഒക്കെയാണ്. ഗുസ്തിയൊക്കെ ഫസ്റ്റായിരുന്നു. അത്രയും കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. ഒരാളുടെ കയ്യിൽ കാശ് വാങ്ങിയിട്ടില്ല, കൈക്കൂലി വാങ്ങിയിട്ടില്ല, കമ്മീഷൻ അടിച്ചു മാറ്റിയിട്ടില്ല, ഒന്നും ഞാൻ ചെയ്യാറില്ല. ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങി ഏതിനും പാവപ്പെട്ട കാര്യത്തിന് വേണ്ടി ആണെങ്കിൽ മാത്രമേ ചോദിച്ച് മേടിച്ചു കൊടുക്കുള്ളൂ. ഒരാളെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് എൻ്റെ മുന്നിൽ ആര് വന്നാലും അവർ എൻ്റെ ആളാണ് എന്ന് തോന്നൽ എനിക്കുണ്ടാവും. ഞാൻ നിഷ്കളങ്കതയോട് കൂടിയേ ആരെയും കണ്ടിട്ടുള്ളൂ. തട്ടിപ്പും വെട്ടിപ്പും വേണ്ടിയാണ് വരുന്നതെന്നോ പണം അപഹരിക്കാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ രീതിയിൽ ആരുടെ അടുത്തും ചോദിച്ചിട്ടുള്ള പറഞ്ഞിട്ടുമില്ല.